ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ക്യാപ്സിക്കോ, ഒരു ക്യാരറ്റ്, ബീൻസ് 1/4 കിലോ, ഇച്ചിരി സ്പ്രിംഗ് ഒണിയൻ, പച്ചപ്പട്ടാണി, നമുക്ക് കാബേജ്, ഇതെല്ലാം കുറച്ച് മല്ലിയില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനായി ചോറ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ബസ്മതി റൈസാണ് എടുത്തത്, നീളം ചോറാണ്, അരിയാണ് നമുക്കതിൽ വേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ നീളം അരി കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചത്. വെജിറ്റബിൾ ഓയിൽ വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. ആ ഓയിലൊന്ന് തടകിയതിന് ശേഷം നമ്മുടെ മുട്ട, ഞാൻ 10 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അത് അതിലേക്കിട്ട് നമുക്ക് ചിക്കി അത് മാറ്റി വയ്ക്കാം കേട്ടോ. അതേ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും കേട്ടോ സുഹൃത്തുക്കളെ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. നമുക്ക് കുറച്ച് ആ മുട്ട ചിക്കിയ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ എണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മുടെ പച്ചപ്പട്ടാണി അല്ലെങ്കിൽ പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് ചിക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കോ ഞാൻ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കാബേജ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി വേകണ്ട, നമുക്കൊന്ന് പകുതി വേവ് മതി. ഈ പച്ചക്കറി എല്ലാം കൂടി നമുക്ക് അരിഞ്ഞ് വെച്ചത് ആവി കയറിയാൽ മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ആ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാകില്ല. നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ചോറിന് ഞാൻ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ കണ്ടമാനം ഉപ്പ് നമുക്ക് വേണ്ട. ഒന്ന് ആവി കയറണവരെ നമുക്കിത് ചിക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. ഇത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ വെന്ത് വരുമ്പോൾ കുറച്ച് തക്കാളി സോസും കുറച്ച് സോയാ സോസും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ചിക്കിയെടുത്ത് ആവി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ട നമുക്ക് ചിക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി ആവി വരുമ്പോൾ നമ്മുടെ പാൻ മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു വലിയ ഉരുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ആയിരിക്കണം ഈ ചോറ്. അതിനായിട്ട് ഉരുളിയിലാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസിനായിട്ട് ഉരുളി എടുത്ത് വെച്ചു. നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ എല്ലാം കൂടി അതിലേക്കിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ചോറുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ചോറ് ഞാൻ ഇട്ട് കൊടുത്ത് ഒരു പാത്രം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ആ വെജിറ്റബിളും എഗ്ഗും എല്ലാം കൂടി ചിക്കിയതിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയറായി ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിടക്ക് ഞാൻ ഇളക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസാണ്. കുട്ടികൾക്കൊക്കെ ഈ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിൽ എഗ്ഗ് ഇടണമെന്നില്ല, പച്ചക്കറി മാത്രം ഇട്ടുണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് നല്ലതാണ്. ഇതിൻ്റെ കൂടെ മാറ്റി വെച്ചാൽ നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കറിയായിട്ടും കഴിക്കാം കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. താങ്ക് യു.